ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയോ ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബ്രെയിൻ ഫുഡാണെന്ന്, അല്ലേ? അപ്പോൾ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിവിധ റെസിപ്പീസിനെ കുറിച്ചുള്ള ഒരു സീരീസിന് ഇന്ന് ഞാൻ തുടക്കം കുറിക്കുകയാണ്. ആ സീരീസിൽ ഞാൻ ആദ്യമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ കേരളക്കാരുടെ പ്രിയപ്പെട്ട പുട്ടാണ്. ഈ സീരീസിൽ വ്യത്യസ്ത രുചിയിലുള്ള പുട്ടും അവയുടെ പ്രാധാന്യവും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സീരീസിൻ്റെ പേരാണ് ദി പുട്ട്. അപ്പോൾ ദി പുട്ട് സീരീസിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് വളരെ ഹെൽത്തിയും അതിലുപരി ടേസ്റ്റിയുമായിട്ടുള്ള ബീട്രൂട്ട് പുട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് പുട്ടിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. ഇത് 1/2 കപ്പ് പുട്ടുപൊടിയാണ്. പിന്നെ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതി ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയെടുത്തത്, ആവശ്യത്തിനുള്ള വെള്ളം, പുട്ട് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. വേണമെങ്കിൽ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം വരെ ചേർത്തിട്ട് നമുക്കതൊന്നൊരു ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുട്ടുപൊടി ആദ്യമായിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് കുഴച്ചെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബീട്രൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണിത്. ഇതിൽ ധാരാളമായിട്ട് ഫൈബർ, മിനറൽ, അയൺ, പൊട്ടാസ്യം, മാംഗനീസ്, പ്രോട്ടീൻ ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിളാണിത്. ഇതിലടങ്ങിയിട്ടുള്ള ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സിനെ സ്മൂത്ത് ചെയ്യും, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ബ്ലഡ് കുറവുള്ളവർക്ക് നല്ല ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ബീട്രൂട്ട് സഹായിക്കും. അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ളവർക്ക്, അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ ബീട്രൂട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മളെ കരൾ രോഗമുള്ളവർക്കും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ട് ജ്യൂസ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അതൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരു കുറ്റി പുട്ടിലേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 ബീട്രൂട്ടാണ് ആവശ്യമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് നന്നായിട്ട് ആ അരിപ്പൊടിയിൽ നന്നായിട്ടൊന്ന് തിരുമ്മി പുട്ടിന് കുഴക്കും പോലെ കുഴച്ചെടുക്കുക. ഇനി വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടി തളിച്ച് കൊടുത്തതിന് ശേഷം, ഇതിപ്പോൾ വെള്ളം പാകമാണ്, ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം അടിച്ചിട്ടാണ് ജ്യൂസിൻ്റെ കൂടെ ചേർത്ത് അടിച്ചതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഇപ്പോൾ പാകമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്യുക. കുറച്ച് ഡ്രൈ ആവണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പുട്ടിൻ്റെ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ അത് പുട്ടിൻ്റെ പാകം എങ്ങനെയാണെന്ന്. അപ്പം ഇങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞിട്ട് വരും, അതാണ് അതിൻ്റെ ഒരു പാകം. അത് കഴിഞ്ഞ ശേഷം നമ്മളതൊരു 10 മിനിറ്റ് നമ്മളതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ പുട്ട്. അപ്പോൾ പുറത്തുനിന്ന് പുട്ടുപൊടിയൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നമ്മൾ എത്രത്തോളം നന്നായിട്ട് അത് കുഴയ്ക്കുന്നു, പിന്നെ എത്ര നേരം നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു, അതിനനുസരിച്ചിട്ട് നമ്മളെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ പുട്ടുപൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് മേക്കറിനകത്തേക്ക് ഒരു ചില്ലിട്ട് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പുട്ടുപൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സാധാ പുട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇനി നമ്മളത് ഓരോരോ ലെയറായിട്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അത് അടുപ്പത്തേക്ക് വെക്കാം. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പുട്ടിന് നല്ലതുപോലെ ആവി വന്ന് ഉടനെ തന്നെ നമ്മളിത് കുത്തരുത്. അപ്പോൾ ആവി വന്ന് കുറച്ച് സമയം കണ്ടിന്യൂസ് ആയിട്ട് ആവി വന്നതിന് ശേഷം നമ്മളെ പുട്ടപ്പത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മളെ പുട്ട് നല്ലപോലെ ആവിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുത്തുകയാണ്. കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീട്രൂട്ട് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത് ഇതിൽ കലോറി വളരെ കുറവും അതുപോലെ ഫാറ്റ് ഫ്രീയുമാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ബീട്രൂട്ട്. ഇതൊന്നും അല്ലാതെ നമ്മൾ ഇന്ന് എല്ലാവരും
ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഹെയർ ഫോളും അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലംസൊക്കെ. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഹെയറും സ്കിന്നും ഉണ്ടാവാൻ ബീട്രൂട്ട് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ബീട്രൂട്ട് ഈ തോരൻ വെച്ച് കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ പുട്ടുണ്ടാക്കിയത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്, ജ്യൂസ് അടിച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് ഏറ്റവും നല്ല ഓപ്ഷനാണ് തോരൻ വെച്ച് കഴിക്കുന്നതിനേക്കാളും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ തോരൻ ഒന്ന് വെച്ച് കൊടുത്താൽ ഈ ബീട്രൂട്ട് കഴിച്ചോളണം എന്നില്ല. അപ്പോൾ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള പുട്ടുണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അവർ അത് ചിലപ്പോൾ ബീട്രൂട്ടാണെന്ന് അറിയ പോലുമില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ സൂപ്പറായിട്ടുള്ള ബീട്രൂട്ട് പുട്ട് നമ്മൾ സാധാരണ ഏതൊരു പുട്ടിനും കഴിക്കുന്ന ഏത് കറിയോടൊപ്പവും നമുക്കത് കഴിക്കാം. കടലക്കറിയോ പയറുകറിയോ അങ്ങനെ പപ്പടമോ അപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നല്ല കോമ്പിനേഷനാണ്. ഇനി വെറുങ്ങനെ കഴിക്കാനാണെങ്കിലും നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പുട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.